ഓൾ ഇസ്മി അനസബ്ദുൽ നിസാർ സൈലത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ അല്ലേ എല്ലാവരും മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ MCQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർഡ് എ വാലിഡ് ഐഡന്റിഫയർ ഇൻ പൈത്തൺ? അതായത് ഐഡന്റിഫയർ അല്ലാത്ത, ഇതിനകത്ത് ഫോളോയിങ് തന്നേക്കുന്നതിനകത്താണെങ്കിൽ ഐഡന്റിഫയർ അല്ലാത്തത് ഏത്? കാരണം ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഏതെങ്കിലും എക്സാംസിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫയേഴ്സ് ആയിരിക്കും. കാരണം ഐഡന്റിഫയേഴ്സിന്റെ റൂൾസും ഐഡന്റിഫയർ എന്താണുള്ള ഒരു കൺസെപ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ്? ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ആൽഫബറ്റ്സ് കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യാളോ, ഒരിക്കലും ഇടയ്ക്ക് എന്താണ് സ്പെഷ്യൽ സിമ്പിൾസുകളോ അല്ലെങ്കിൽ സ്പേസോ ഒന്നും വരാൻ പാടില്ല. ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ ഒരിക്കലും നമ്പേഴ്സ് ആകാൻ പാടില്ല, കേസ് സെൻസിറ്റീവ് ആയിരിക്കണം. പിന്നെയാണെങ്കിൽ എന്തായിരിക്കണം, കീവേഡ്സ് എന്നാണ് ഒരിക്കലും ഐഡന്റിഫയേഴ്സ് വരാൻ പറ്റത്തില്ല. അതൊക്കെയാണ് റൂൾസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് ഈ കൂട്ടത്തിൽ ABCD ഓപ്ഷൻസ് നേപ്പുണ്ട്. എ സ്പേസ് വി അതൊരു ഐഡന്റിഫയർ ആണോ? കാരണം ഒരു വേരിയബിളിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയറിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഐഡന്റിഫയറിന്റെ ഇടയ്ക്ക് നിന്നാണ് ഒരിക്കലും ഐഡന്റിഫയേഴ്സിന്റെ ഇടയ്ക്ക് ഒരിക്കലും നമുക്ക് സ്പേസ് വരാൻ പാടില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ് വരാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ എ തെറ്റല്ലയോ? അപ്പൊ എന്തുമായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കൂട്ടത്തിൽ വാലിഡ് ഐഡന്റിഫയർ അല്ലാത്തത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇത് അതിന്റെ വേറൊരു വെർഷൻ ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്? ഞാൻ അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ ഡബിൾ കോട്ട്സ് രണ്ടും ഇടാൻ വിട്ടുപോയി. അതാണ് ആൻസർ അങ്ങോട്ട് മാറിപ്പോ കേട്ടോ. അപ്പൊ അതിലൊരു കമന്റ് ചെയ്തായിരുന്നു. ഓക്കെ, അത് തിരുത്തിയിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്? എന്താണ്? ഇവിടെ പറഞ്ഞപ്പോ ഉണ്ട് 500 പ്ലസ് 700ന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതായത് 500 ഒരു സ്ട്രിങ് കേട്ടോ. 500 എന്നാണ് ഒരു സ്ട്രിങ് കൊടുത്ത്, ഒരു ഡബിൾ കോഡ്, അതിൽ എന്താണ് ഒരു കോഡ്സ് കൊടുത്തു അല്ലേ? ദെൻ പിന്നെ ആണെങ്കിൽ 700 എന്നാണ് ഒരു കോഡ്സ്, ഒരു സെറ്റ് ഓഫ് പെയർ കോഡ്സ് കൊടുത്തു. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. ഞാൻ പറയുന്നു 500 700. കാര്യം എന്താണ്? ഈ പ്ലസ് എന്ന് പറയുന്നതാണ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആണ്. സ്ട്രിങ്ങിന്റെ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇത്, കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. അപ്പൊ ഈ 500ഉം 700 രണ്ട് സ്ട്രിങ്ങുകളാണ്. അപ്പൊ അതിനെ ഒരുമിച്ച് ചേർക്കുന്നു. പക്ഷെ ഇവിടെ നോക്കുക, ഞാൻ ഇന്നലെ തന്നൊരു ക്വസ്റ്റ്യൻ, അത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രിന്റ് 500 പ്ലസ് 700 ഇതിനെന്താണ് ഒരുമിച്ച് ഒരു ഡബിൾ കോഴ്സിലാക്കി. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും 500 പ്ലസ് 700 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ക്ലിയർ? പക്ഷേ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടുത്തെ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും 500 700, അഥവാ ഓപ്ഷൻ സി. ക്ലിയർ? ഓപ്ഷൻ സി വരും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ സ്ട്രിങ്ങിന്റെ ഓപ്പറേഷൻസ്, കോൺകാറ്റിനേഷൻസ്, അപ്പം ഒരു നമുക്ക് സ്ട്രിങ്ങിന്റെ കുറെ ഓപ്പറേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് റിട്ടേൺ ട്രൂ ഓർ ഫോൾസ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യുമോ? ചെയ്യത്തില്ല. കാരണം നമ്മുടെ A = 1, B = 2, A > B, ഇത് റിട്ടേൺ ചെയ്യുന്ന എന്തുമായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന എന്തുമായിരിക്കും? ഫോൾസ്. ഓക്കെ, അപ്പൊ ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഏതായിരിക്കും? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. ക്ലിയർ? അത് ട്രൂ ആയിരിക്കും. ഇതിന്റെ വേറൊരു വെർഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എവിടെ കണ്ടയാണോ? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടയാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി സിന്റാക്സ് ഓഫ് വൈൽ ലൂപ്പ്? വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്താണ്? വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് വളരെ സിമ്പിൾ അല്ലേ? കാരണം വളരെ ഒരു സിമ്പിൾ സിന്റാക്സ് ആണല്ലേ വൈൽ ലൂപ്പിന്. അപ്പൊ സിന്റാക്സ് നോക്കാം. എന്താണ് സിന്റാക്സ്? വൈല് ഇച്ചിരി വലുതായിട്ട് അല്ലേ? വൈൽ ടെസ്റ്റ് expression okay, then body of loop. Clear? അപ്പൊ വേണമെങ്കിൽ എൽസ് എഴുതാം, അത് ഓപ്ഷനിലാണ്. അത് വേണമെങ്കിൽ സിന്റാക്സ് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ സിന്റാക്സ് എഴുതി വെച്ചു, പക്ഷേ സിന്റാക്സ് മാത്രം ചോദിക്കുമ്പോൾ സിന്റാക്സ് മാത്രം എഴുതി വെക്കില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡ് നമുക്കൊരു മാർക്ക് കിട്ടത്തില്ല. നമുക്ക് അവിടെ എന്തെവിടെ എഴുതി വെക്കണം? നമുക്ക് അവിടെ കുറച്ച് ഒരു ചെറിയൊരു കുഞ്ഞൊരു എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. ഇവിടെ നോക്കാം. ഇതിന് എക്സാമ്പിൾ എന്ത് എഴുതാൻ പറ്റും നോക്കാം. I = 1. എനിക്ക് 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണം. ഞാൻ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുവാണ് കേട്ടോ. Y = 1 while. അപ്പൊ ഈ സിന്റാക്സിൽ മാത്രം മതി ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റ് നമുക്ക് അവിടെ വേണ്ട കേട്ടോ. while I < or = 10.
ഫുൾ കോളൻ. ഇവിടെ ഫുൾ കോളൻ ഉണ്ട്, സിൻടാക്സിൽ ഫുൾ കോളൻ ഉണ്ട് കേട്ടോ, അത് മറന്നു പോലെ കേട്ടോ. ഫുൾ കോളൻ ഉണ്ട്. നെക്സ്റ്റ് പ്രിന്റ് i is equal to i+1. ക്ലിയർ ആയോ? ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നോക്കാം, റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഇഫ് എലിഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. ഒരു സൂട്ടബിൾ എക്സാമ്പിൾ അവിടെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഇഫ് എലിഫ് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് എഴുതി വെച്ചാൽ എക്സാമ്പിളും സിൻടാക്സും എഴുതി വെക്കട്ടോ, രണ്ടും വേണം കേട്ടോ. അപ്പം ഇവിടെ സൂട്ടബിൾ എക്സാമ്പിൾ പ്രത്യേകം പറയുന്നുണ്ട്, അപ്പൊ അത് എക്സാമ്പിൾ എഴുതി വെച്ചോ, മസ്റ്റായിട്ട് എഴുതി വെച്ചോ. നോക്കൂടാ, ഇഫ് കണ്ടീഷൻ 1 അല്ലെങ്കിൽ കണ്ടീഷൻ, ഓക്കെ, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വരാം, സ്റ്റേറ്റ്മെന്റ്സ് വരാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വരാം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് വരാം. എലിഫ് എന്താണ്? എലിഫ് ഇത് പണ്ട് C++ലൊക്കെ എന്താണ് എൽസിഫ് എന്നൊക്കെ പറയുന്നത്, എൽസിഫ് കേട്ടോ, എൽസിഫ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്, എൽസിഫ് എന്നായിരിക്കും പറയുന്നത്. ഇവിടെ നമ്മൾ എലിഫ് എന്ന് പറയും. ഒരുപാട് ചുരുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ ലാംഗ്വേജ്. കാരണം ഒരുപാട് കാര്യങ്ങളെ ചുരുക്കി മറ്റുള്ള പ്രോഗ്രാം ലാംഗ്വേജിന് എന്താണ് ചുരുക്കി കൊണ്ടുവന്നേക്കുന്നത് എന്ത്? പൈത്തൺ. അതുകൊണ്ട് വളരെ സിമ്പിൾ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം പൈത്തൺ. നോക്കാം, എലിഫ് കണ്ടീഷൻ 2 സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെ എലിഫ് പോയി ഒരുപാട് കണ്ടീഷൻസ് ഇവിടെ റൈറ്റ് ചെയ്യാൻ പറ്റും. എലിഫിൽ റൈറ്റ് ചെയ്യാൻ കേട്ടോ. കണ്ടീഷൻ 3 സ്റ്റേറ്റ്മെന്റ് ഓർ എൽസ്. ഓക്കെ, എക്സെട്രാ എൽസ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയ മക്കളെ? ഓക്കെ, ഇതായിരിക്കും എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ചില എക്സാമ്പിൾ അല്ല, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ എഴുതണം. വളരെ സിമ്പിൾ ആണ്. നോക്കാം, ഇഫ് a is equal to 1 പ്രിന്റ്, ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാട്ടോ, പ്രിന്റ് 1. നമ്മൾ 1 പ്രസ് ചെയ്യുമ്പോൾ എന്താണ്? 1 പ്രിന്റ് ചെയ്യും. ഓക്കെ, എലിഫ് a is equal to 2 പ്രിന്റ് 2. ഓക്കെ, എലിഫ് a is equal to 3. ഇവിടെ ഫുൾ കോളൻ കേട്ടോ. ഓക്കെ, പ്രിന്റ് 3. ഒരുപാട് അങ്ങ് 9 വരെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. ചെറിയൊരു എക്സാമ്പിൾ കൊടുത്താൽ മതി. എൽസ് ഇവിടെ എൽസിന് ഫുൾ കോളൻ ഉണ്ട്. എൽസ് പ്രിന്റ് റോങ് ഇൻപുട്ട്. അതായത് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുക 1 തൊട്ട് 3 വരെ പ്രസ് ചെയ്യുമ്പോൾ അതായത് നമ്പേഴ്സിന്റെ ഒരു വേർഡ് പ്രിന്റ് ചെയ്യണം. ഇപ്പൊ 1 അടിക്കുമ്പോൾ 1 പ്രിന്റ് ചെയ്യണം, 2 അടിക്കുമ്പോൾ 2 പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു 10 അടിക്കുവാണെങ്കിൽ അവിടെ എന്ത് വരണം? റോങ് ഇൻപുട്ട് വരണം. അതുകൊണ്ടാണ് എൽസിൽ എന്ത് കൊടുത്തത്? റോങ് ഇൻപുട്ട് കൊടുത്തത്. അതായത് എൽസിന് മുകളിലുള്ള കണ്ടീഷൻസ് എല്ലാം ഫാൾസ് ആണെങ്കിൽ എന്തുമായിരിക്കും? എൽസിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അതാണ് എന്റെ എലിഫിന്റെ പ്രത്യേകത കേട്ടോ. എൽസിന് മുകളിലുള്ള കണ്ടീഷൻസ് എല്ലാം ഫാൾസ് ആണെങ്കിൽ എലിഫിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് പ്രിന്റ് ചെയ്യും. എലിഫിന് മുകളിലാണെങ്കിൽ എയുടെ വാല്യൂ 10 ആണ് കൊടുക്കെങ്കിൽ എയുടെ വാല്യൂ ആയിട്ട് നോക്കും. അപ്പൊ അത് എലിഫിന് മുകളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഫാൾസ് ആണ്. അപ്പൊ എന്താണ്? എലിഫിന് താഴെയുള്ള റോങ് ഇൻപുട്ട് പ്രിന്റ് ചെയ്യും. അതാണ് എന്റെ വർക്കിംഗ് കേട്ടോ. വർക്കിംഗ് ആണ് പഠിക്കുന്നത്. നിങ്ങളൊരു പ്രോഗ്രാം, നിങ്ങളൊരു ആപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പ്രോജക്റ്റിലൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു ഐഡിയ ആണ് പഠിക്കേണ്ടത്. ഐഡിയ പഠിച്ചാലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എവാലുവേറ്റ് ഫോളോയിങ് എക്സ്പ്രഷൻസ്. നോക്കാം, 16 - 8 2 ഫ്ലോട്ട് ഡിവിഷൻ 6 + 8. ക്ലിയർ? ഇത് നമുക്ക് വളരെ സിമ്പിൾ അല്ലയോ? കാരണം ഇതെന്താണ്? നമുക്ക് പവർ എക്സ്പൊണന്റേഷൻ ഓപ്പറേറ്റർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പം നമുക്ക് എന്താണ് പവർ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലയോ? അപ്പൊ ഇവിടെ നോക്കാം, ഇതിന് നമുക്കൊരു പ്രിസിഡൻസ് ഉണ്ടല്ലോ. ആദ്യം സ്റ്റാർ, പിന്നെ സ്റ്റാർ, പിന്നെ ഡിവിഷൻ, പിന്നെ സ്റ്റാർ അല്ല, ആദ്യം സ്റ്റാർ കേട്ടോ. ആദ്യം സ്റ്റാർ ഉണ്ടല്ലോ. ആദ്യം സ്റ്റാർ ദെൻ പിന്നെ സ്റ്റാർ, ദെൻ പിന്നെ ആണെങ്കിൽ ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, അങ്ങനെ ആയിരിക്കും. പിന്നെയാണ് നമ്മുടെ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് ഒക്കെ പോകണം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആയിരിക്കും പോകുന്നത്. നോക്കാം, ഇവിടെ നോക്കാം, നമുക്ക് ഇതിന്റെ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നോക്കാം, 16 - 8 2 ഫ്ലോർ ഡിവിഷൻ 6. അപ്പം 8 2 എത്രയായിരിക്കും? 8 2 നമുക്ക് ഓരോ നോക്കാം. 8 2 8ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 64 കേട്ടോ. 64. ക്ലിയർ? എന്നിട്ട് 64 ഫ്ലോർ ഡിവിഷൻ 6 എത്രയായിരിക്കും?
ഓക്കെ, പൈറ്റി ആർ എത്രയാണ്? 60 ആണല്ലോ. ക്ലിയർ, പൈറ്റി ആർ 60 ആണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയിന്റ് വരും. പോയിന്റ് വരുന്ന നമ്പേഴ്സ് എവിടെ വേണ്ട? നമുക്ക് ഫ്ലോർ ഡിവിഷന് വേണ്ട. അപ്പം 10 വെച്ച് അവസാനിപ്പിക്കുക അല്ലേ? 10 വെച്ച് അവസാനിപ്പിക്കുക. നമ്മുടെ ആൻസർ എന്ത് വരും? 10 വരും. അപ്പം 64 ഫ്ലോർ ഡിവിഷൻ 64 ഫ്ലോർ ഡിവിഷൻ 6 എന്നാ വരും? നമുക്ക് 10 വരും. ക്ലിയർ, 10 വരും. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂന്റെ ഈക്വൽ എത്ര ആയിരിക്കും? 10 ഇല്ലയോ? അതായത് 10 കിട്ടും. അപ്പൊ 16 മൈനസ് 10 പ്ലസ് 8. 16 മൈനസ് 10 എത്രയാണ്? 6. 6 പ്ലസ് 8 എത്രയാണ്? 8 6 14 കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഇവിടെ 14 വരും. ക്ലിയർ, 14 വരും. മനസ്സിലായോ? 14 വരും കേട്ടോ. അപ്പൊ അതിനൊരു ഓപ്പറേഷൻ ഉണ്ട്. ആദ്യം എന്താണ് മറ്റേ റെപ്പറ്റീഷൻ ഓപ്പറേറ്റർ, പിന്നെയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ റെപ്പറ്റീഷൻ ഓപ്പറേറ്റർ, പിന്നെയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ, പിന്നെയാണെങ്കിൽ എക്സ്പോണന്റേഷൻ ഓപ്പറേറ്റർ, പിന്നെയാണെങ്കിൽ നമുക്ക് ഫ്ലോർ ഡിവിഷൻ, പിന്നെ ഡിവിഷൻ, പിന്നെയാണെങ്കിൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. അങ്ങനെയാണ് പ്രിസിഡൻസ് പോകുന്നത്. ഓക്കെ, അതാണ് അത് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബി ക്വസ്റ്റ്യൻ നോക്കാം. 80 mod 3 ഓക്കെ, 8 star 2. അപ്പൊ അതിനകത്ത് ആദ്യം വേണ്ട എന്താണ്? 8 double star 2 അല്ലേ? അതായത് ഫസ്റ്റ് വേണ്ട എന്താണ്? എക്സ്പോണൻഷ്യൽ തന്നെയാണ് അല്ലയോ? അപ്പൊ 7 സ്ക്വയർ എത്രയാണ്? 49 അല്ലെ? 49. ക്ലിയർ, 49. ഓക്കെ, അപ്പം 8 mod 3 എത്രയാണ്? 8 mod അല്ലെ 80 mod 3 എത്രയായിരിക്കും? 80 mod 3 80 ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് റിമൈൻഡർ. അപ്പൊ എത്രയായിരിക്കും? 2 വരും റിമൈൻഡർ. അതായത് 6 23 6 8 മൈനസ് 6 20 അല്ലേ? ദെൻ എത്രയാണ്? 6 3 18, റിമൈൻഡർ 2. അപ്പൊ റിമൈൻഡർ 2 വരില്ലയോ? അപ്പൊ 49 × 2 എത്ര വരും? 49 × 2 എത്ര വരും? 98 അല്ലെ? 98 വരുമല്ലോ. 98 ഫ്ലോർ ഡിവിഷൻ 8 എന്ത് വരും? 98 ഫ്ലോർ ഡിവിഷൻ 8 എന്ത് വരും? 98 ഫ്ലോർ ഡിവിഷൻ 8 എന്ത് വരും? 8 എന്നാ വരും? 98 ഫ്ലോർ ഡിവിഷൻ 8 എന്നാ വരും? നമുക്ക് 12 കിട്ടും. എന്താണ്? 12 കിട്ടില്ലയോ? കാരണം എന്താണ്? നോക്കാം. 98 ഫ്ലോർ, വളരെ പെട്ടെന്ന് ചെയ്യാം. 8 9 മൈനസ് ദെൻ 16. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പോയിന്റ് വരും. ഫ്ലോർ ഡിവിഷൻ ആണെങ്കിൽ പോയിന്റ് വേണ്ട. അപ്പൊ ആൻസർ ആയിരിക്കും 12 വരും അല്ലെ? 12 വരും. രണ്ടാമത്തിന്റെ ആൻസർ 12 വരും. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. നോട്ട് ഓഫ് 20 ഗ്രേറ്റർ ദാൻ. അതായത് നോട്ട് ഓഫ് 20 ഗ്രേറ്റർ ദാൻ 21. അതായത് 21 വലുതാണോ? വലുതല്ല, ഫോൾസ് ആണില്ല. അപ്പൊ നോട്ട് അടിക്കുമ്പോൾ, കാരണം ഫോൾസിനെ നോട്ട് അടിക്കുമ്പോൾ എന്ത് വരും? ട്രൂ ആവും. ട്രൂവിനെ നോട്ട് അടിക്കുമ്പോൾ ഫോൾസ് ആവും കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ നോക്കുക, നോട്ട് ഓഫ് 20 ഗ്രേറ്റർ ദാൻ 21. 20 ഗ്രേറ്റർ ദാൻ 21 എന്ന് പറഞ്ഞാല് അവിടെ എന്ത് വരും? അവിടെ എന്നാ വരും? 20 ഗ്രേറ്റർ ദാൻ 21 എന്ന് പറഞ്ഞാല് അവിടെയാണെങ്കിൽ നമുക്ക് ഫോൾസ് ആയിരിക്കും. അവിടെ ഫോൾസ് ഓഫ് നോട്ട് എന്ത് വരും? ഫോൾസ് ഓഫ് നോട്ട് എന്നാ വരും? ഫോൾസ് ഓഫ് നോട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് എന്നാ ആയിരിക്കും? ഫോൾസ് ഓഫ് നോട്ട് എന്ന് പറഞ്ഞാല് ഫോൾസ് ഓഫ് നോട്ട് ട്രൂ. ക്ലിയർ? ട്രൂ ആൻഡ് 6 ഗ്രേറ്റർ ദാൻ 5. 6 ഗ്രേറ്റർ ദാൻ 5 ട്രൂ ആണോ? 6 ഗ്രേറ്റർ ദാൻ 5 ട്രൂ ആണോ? ട്രൂ ആണ് അല്ലേ? ട്രൂ ആണ്. ഓർ നോക്കുക, 7 ഗ്രേറ്റർ ദാൻ 9 ട്രൂ ആണോ? ഫോൾസ് ആണ് അല്ലേ? ഫോൾസ് ആണ്. ക്ലിയർ? അപ്പൊ ട്രൂ ആൻഡ് ട്രൂ ആയിരിക്കും. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആയിരിക്കും. ക്ലിയർ? അപ്പൊ എന്തുമായിരിക്കും? സി എന്നെ ആയിരിക്കും, ട്രൂ ആയിരിക്കും. ആ ഒരു ഐഡിയ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 = 3. എന്താണ് 5? 5 = 3. 5 = 3. 5 = 3. 5 = 3 നോക്കാം. 5 = 3 എന്താണ്? ട്രൂ ആണോ? ഫോൾസ് ആണ്. 5 = കമ്പാരിസൺ ഓപ്പറേറ്റർ ഈക്വൽ എന്ന് പറഞ്ഞാല് അപ്പൊ ഇതെന്താണ്? കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇതെന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് അല്ലേ? അപ്പൊ എന്താണ്? 5 = 3 എന്നാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. 5 = 3 ട്രൂ ആണ്? ഫോൾസ് ആണ്. 5 3 ഈക്വൽ അല്ലല്ലോ. അപ്പൊ ഫോൾസ് ഓർ ഇങ്ങനെ എഴുതി നോക്കുക, അല്ലെങ്കിൽ മനസ്സിൽ നോക്കിയാലും മതി. ഫോൾസ് ഓർ ദെൻ 9 ലെസ് ദാൻ 2. 9 ലെസ് ദാൻ 2 ഫോൾസ് അല്ലേ? ഫോൾസ് ഓർ ആൻഡ് 2 = 2. കണ്ടീഷൻ ട്രൂ അല്ലേ? 2 = 2 എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലേ? ദെൻ ഓർ നോട്ട് 4 ഗ്രേറ്റർ ദാൻ ട്രൂ. 4 ഗ്രേറ്റർ ദാൻ ട്രൂ എന്തുമായിരിക്കും? 4 ഗ്രേറ്റർ ദാൻ ട്രൂ എന്തുമായിരിക്കും? 4 ഗ്രേറ്റർ ദാൻ ട്രൂ എന്തുമായിരിക്കും? 4 ഗ്രേറ്റർ ദാൻ 1 എന്തായിരിക്കും? ട്രൂ അല്ലയോ? ട്രൂവിനെ നോട്ട് അടിച്ച് എന്തുമായിരിക്കും? ഫോൾസ് ആയിരിക്കുമല്ലോ. ട്രൂവിനെ നോട്ട് അടിച്ച് ഫോൾസ് ആയിരിക്കും ഇല്ലേ?
അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും ഫോൾസ്. ക്ലിയർ? അപ്പോൾ ഫോൾസ് ഓർ ഫോൾസ്, ഫോൾസ്, ഫോൾസ് ആൻഡ് ട്രൂ, ഫോൾസ് ആൻഡ് ട്രൂ, ഫോൾസ് ആൻഡ് ട്രൂ എന്തുമായിരിക്കും? ഫോൾസ്. ഓക്കെ, അപ്പോൾ ഫോൾസ് ഓർ ഫോൾസ് എന്തുമായിരിക്കും? ഫോൾസ് വരും അല്ലേ. അപ്പം ഡി എന്ത് വരും? ഫോൾസ് വരും. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. നോട്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ, നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കാം. നോട്ട് ഫോൾസ്, നോട്ട് ഫോൾസ് എന്താണ്? നോട്ട് ഫോൾസ്, നോട്ട് ഫാൾസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ട്രൂ. നോട്ട് ഫാൾസ്, ഫാൾസിനെ തിരിച്ചിട്ട് എന്തുമായിരിക്കും? ട്രൂ ആയിരിക്കും. ട്രൂ ആൻഡ് ട്രൂ ഓർ ഫാൾസ് ആൻഡ് ട്രൂ. അപ്പോൾ ട്രൂ ആൻഡ് ട്രൂ എന്തുമായിരിക്കും? ട്രൂ ആയിരിക്കും. എല്ലാം ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലയോ. ട്രൂ ഓർ ഫാൾസ് തന്നെ ആയിരിക്കും. പെട്ടെന്ന് പറയല്ലേ, നോക്കാം. അതായത് നോക്കാം. ട്രൂ ആൻഡ് ട്രൂ, ട്രൂ, ഇത് ട്രൂ ആയി. ട്രൂ ഓർ ഫോൾസ്, ട്രൂ ഓർ ഫോൾസ്, ട്രൂ ആയിരിക്കും. ഓക്കെ, ദെൻ ട്രൂ ആൻഡ് ട്രൂ, ട്രൂ ആയിരിക്കും അല്ലേ. അപ്പൊ എന്തുമായിരിക്കും? റിസൾട്ട് എന്തുമായിരിക്കും? ട്രൂ ആയിരിക്കും. ക്ലിയർ? പെട്ടെന്ന് ചെയ്യാം. ട്രൂസ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഡൗട്ട്സ് നമുക്ക് മെന്റേഴ്സ് നിങ്ങൾ ചോദിക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ? അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അവിടെ വരും. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ, ഫ്ലോർ ഡിവിഷൻ വരെ ഉണ്ട്. അപ്പൊ അരിത്തമെറ്റിക്കൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുകയാണ് പ്ലസ് ഈക്വൽ ടു ഉണ്ടോ? ഉണ്ട്. സ്റ്റാർ ഈക്വൽ ടു ഉണ്ടോ? ഉണ്ട്. എന്താണ് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഈക്വൽ ടു ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അല്ലാത്ത ഏതാണ്? സി ആണ്. ഈ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്താണ്? എക്സ്ക്ലമേഷൻ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് ഒരു റിലേഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് കേട്ടോ, മറന്നുപോലെ കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.